ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം. നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ എപ്പോഴും വരുന്നത് ലോക പ്രശസ്തരായ വ്യക്തികളാണ്, കഴിവുള്ളവരാണ്, ജ്ഞാനികളാണ്. നമ്മൾ നേതാക്കന്മാരോട് അവർ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. സെലിബ്രിറ്റികളോടും സ്റ്റാർസിനോടും അവർ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ തീർച്ചയായും ചോദിക്കാറുണ്ട്. ഒരു സ്റ്റാർ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രാഷ്ട്രീയം വളരെ സജീവമായ ഒന്നായിരിക്കും. ആപ്കി അദാലത്തിലെ വിചാരണ നമുക്കിപ്പോൾ ആരംഭിക്കാം. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ ബജിയ കർക്കാരിയുടെ അനുവാദം നമുക്ക് ചോദിക്കാം. ഈ നീതിപീഠത്തിലെ വിചാരണ ആരംഭിക്കാം. ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ഇന്ന് ഇമ്രാൻഖാന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ഇമ്രാൻഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ളതാണ്. ഇമ്രാൻഖാൻ പാകിസ്ഥാനിൽ നിന്നുള്ള ന്യൂസുകൾ വെച്ചാണ് ഞങ്ങൾ ഈ കാര്യം സംസാരിക്കുന്നത്. യുവാക്കൾക്ക് ലെക്ചറും ഉപദേശവും ഒക്കെ നൽകാറുണ്ട്. താങ്കൾ അവർക്ക് നമ്മുടെ കൾച്ചർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും പഠിപ്പിക്കാറുണ്ട്. കുടുംബ ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കണമെന്നും പറയാറുണ്ട്. ഇത് സത്യമാണോ? എപ്പോഴേലും ഓക്കെ. പക്ഷേ താങ്കൾ യുവാക്കൾക്ക് കൊടുത്ത ഉപദേശങ്ങളൊന്നും താങ്കൾ യുവാവായിരുന്നപ്പോൾ ഫോളോ അപ്പ് ചെയ്തതായിട്ട് കണ്ടില്ലല്ലോ. ലണ്ടനിലുള്ള സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് താങ്കൾ ചെയ്തിരുന്നത്? ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് കൂടുതലൊന്നും അറിയില്ല. നോക്കൂ, ഇതുകൊണ്ടാണ് എന്നെപ്പോലത്തെ ആൾക്കാർ ബെറ്ററായിട്ട് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആരെങ്കിലും എപ്പോഴൊക്കെ, അതായത് ആരായാലും അന്നത്തെ സമയത്ത് മഹരീത്തിനെ കണ്ടിട്ടില്ലെങ്കിലും അവർ ഏതൊക്കെ ഫേസ് അവർ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവരെ കൊണ്ട് അതെങ്ങനെ പറയാൻ പറ്റും? എന്നെ പോലത്തെ ആള് എങ്ങനെയാണോ എല്ലാ ഫേസസും കണ്ടിരിക്കുന്നത്, അവർ മഹരിത് കൾച്ചർ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടാവും. അവർ മഹറിബിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ആരാണോ രണ്ട് കൾച്ചറും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അവർ എല്ലാ ബലവും ബലഹീനതയും എല്ലാം അറിഞ്ഞിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എന്നെ പോലത്തെ ഒരാൾ വളരെ ക്വാളിഫൈഡ് ആണെന്ന് ഞാൻ പറയും. ചെറുപ്പക്കാരൊക്കെ എങ്ങനെയാണോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടേണ്ടത്, ഇതിൽ നിന്നൊക്കെയായിരുന്നു രക്ഷപ്പെടേണ്ടതെന്ന് പറയാൻ എന്തിലൊക്കെയാണ് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കേണ്ടത്. പിന്നെ ഈ കുരങ്ങന്മാരെ പോലെ മറ്റുള്ളവരുടെ കൾച്ചറൊന്നും നമ്മൾ എടുത്ത് കോപ്പി ചെയ്യാൻ പാടില്ല. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്നെ പോലത്തെ ഒരാൾ പറയുമ്പോൾ യങ്സ്റ്റേഴ്സ് ഒക്കെ നന്നായിട്ട് കേട്ടോളൂ. കാരണം ഇതൊന്നും ഒരാൾക്കും താങ്കളെ ഉപദേശിച്ചല്ല അയച്ചത്. 20 വയസ്സിൽ താങ്കളുടെ അമ്മ താങ്കളെ ഉപദേശിച്ചു. അതായത് വെള്ളക്കാരുടെ അടുത്ത് നിന്നും കുറച്ച് ദൂരം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. എൻ്റെ അമ്മ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അതെന്താന്ന് വെച്ചാൽ പാകിസ്ഥാനി പെണ്ണിനെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന്. അതും എന്തുകൊണ്ടാന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഞാൻ പാകിസ്ഥാനിൽ ഇരിക്കാനായിട്ട് ആഗ്രഹിച്ചത് കൊണ്ടാണത്. അവരുടെ മകനായിട്ട് ഇരുന്നുകൊണ്ട് ഞാൻ ഞങ്ങളുടെ നാട്ടിലെ പെണ്ണിനെ കല്യാണം കഴിക്കാണ്ട് ഇംഗ്ലണ്ടിൽ നിന്നൊരു പെണ്ണിനെ കല്യാണം കഴിക്കുവാണെങ്കിൽ ഞാനും ഇംഗ്ലണ്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് പാകിസ്ഥാനിൽ ഇരിക്കാൻ പറ്റില്ല. പക്ഷേ സംഭവിച്ചത് ഇതാണ്. ദിവസവും താങ്കളുടെ വീട് ഒരു ഡിസ്കോ ക്ലബ്ബായി മാറിയതായിട്ടാണ് അറിഞ്ഞത്. ഒരു രീതിയിലുള്ള ലിവിംഗ് റൂമാണ്. അവിടെ താങ്കൾ കാണും ഒരു ടീഷർട്ട് ധരിച്ചിട്ട് അതിലെഴുതിയിരുന്നത് ബിഗ് ബോയ്സ് പ്ലേ അറ്റ് നൈറ്റ് എന്നാണ്. എൻ്റെ റൂം എപ്പോഴും, അതായത് ലിവിംഗ് റൂം എപ്പോഴും ഡിസ്കോ ആയിട്ട് മാറിയിട്ടില്ല. പിന്നെ ബിഗ് ബോയ് പ്ലേ അറ്റ് നൈറ്റ് എന്നുള്ളൊരു ടീഷർട്ട്. ആ പീരീഡിൽ ഞങ്ങൾ വേൾഡ് സീരീസ് കളിക്കുമായിരുന്നു. ക്യാരിപെക്കർ ഓസ്ട്രേലിയയിൽ. അവരെല്ലാവർക്കും നൈറ്റ് ക്രിക്കറ്റ് പ്രൊമോട്ട് ചെയ്യാനായിരുന്നു അന്ന് ആ ടീഷർട്ട് തന്നത്. പക്ഷേ അതുപോലുള്ള കാര്യങ്ങളൊന്നും അവരുടെ ടീഷർട്ടിൽ കാണില്ലല്ലോ. നോക്കൂ, ഇപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ഇമാജിനേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത് വളരെ അധികരിക്കുന്നുണ്ട് ആക്ച്വലി. അങ്ങനെ എന്തൊക്കെ ഉണ്ടായാലും ഞാനത് വല്ലാണ്ട് നോക്കുന്നില്ല. ഞാൻ ആ കാലത്തിൽ ഞാൻ വളരെ ഒരു നോർമലായിട്ടുള്ളൊരു യങ്സ്റ്റർ ആയിരുന്നു. ഞാൻ ഒന്നും അങ്ങനെ നോക്കിയിട്ടില്ല ഒരിക്കലും ഈ മീഡിയയിൽ. പക്ഷേ നിങ്ങളുടെ ഒരു സിറ്റുവേഷനും അങ്ങനെയാണല്ലോ. പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷൻ ആയതുകൊണ്ട് നിങ്ങൾ മീഡിയയിലും അങ്ങനെയാണല്ലോ ഇതൊക്കെ പ്രൊജക്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ടാലന്റ് നിങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചേ പറ്റൂ. ന്യൂസ് പേപ്പേഴ്സ് അങ്ങനത്തെ ന്യൂസ് പ്രിന്റ് ആവുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കുമല്ലോ അല്ലേ ആക്ച്വലി. പക്ഷെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആക്ച്വലി അതെ, പലരും താങ്കൾക്ക് ബ്രിട്ടീഷ് മീഡിയയോടൊപ്പം കണക്ഷൻ ഉള്ളതായിട്ടാണ് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു വലിയ ലിസ്റ്റ് തന്നെ എൻ്റെ കയ്യിലുണ്ട്. MS സർജനും താങ്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ലൂലു ബേക്കറിനും താങ്കൾക്കും ബന്ധമുണ്ടെന്ന് പറഞ്ഞു, സൂസനും താങ്കൾക്കും ബന്ധമുണ്ടെന്നും പറഞ്ഞിരുന്നു, കോൾഡി ഹോൺ ഫിലിം സ്റ്റാർ അദ്ദേഹത്തിനും ബന്ധമുണ്ടെന്ന് പറഞ്ഞിരുന്നു, മേരി ഹെൽക്കിനോടൊപ്പവും ബന്ധമുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴാണ് താങ്കൾക്ക് ഓരോരുത്തരുമായിട്ടുള്ള ബന്ധം ഓർമ്മ വരുന്നത്. ലിസ കെമ്പർക്കും താങ്കൾക്കും ബന്ധമുള്ളതായിട്ട് അറിഞ്ഞിരുന്നു. TV സ്റ്റാറായ അനസ്ത്യ കുക്കിനും താങ്കൾക്കും ബന്ധമുള്ളതായിട്ടും. MTVയുടെ ക്രിസ്ത്യൻ ബേക്കർ. ഇപ്പോൾ ഇത്രയും പേര് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സത്യം കാണില്ലേ?
നിങ്ങൾ എന്നെ കുറച്ചാണ് ഇടയിട്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിലുള്ള പേരൊക്കെ എനിക്ക് അറിഞ്ഞ പേരായിരുന്നു. അതിൽ കുറച്ചൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും പേര് പോലും അല്ല, ഇതിനേക്കാൾ വലിയ വലിയ പേരൊക്കെ ഉണ്ട്. ഈ പേരുകൾ മാത്രമല്ല, കേണൽ നസീം, പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. അദ്ദേഹം എന്താ പറഞ്ഞിരുന്നത് വെച്ചാൽ ഇമ്രാൻഖാൻ ഓരോ വൈകുന്നേരങ്ങളിലും ഓരോ സ്ത്രീകളോടൊപ്പം ആയിരിക്കുമെന്ന്. ഈ കേണൽ നസീം, അദ്ദേഹത്തിന്റെ ഫാന്റസി, അദ്ദേഹം എപ്പോഴും ഇതിനകത്തിരിക്കാൻ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ ഇരിക്കും? ഇതൊക്കെ അദ്ദേഹത്തിനൊരു ഫാന്റസി ആയിരിക്കും. ഇതിൽ സത്യം ഒന്നുമില്ലേ? എന്തെങ്കിലും ഒരു പവറായിട്ടുള്ളൊരു കാര്യം പറയും. ഇത് അത്ര പവറായിട്ട് തോന്നുന്നില്ലല്ലോ. ഇമ്രാൻ സാർ, ഈ കുറ്റങ്ങൾ ആരോപിക്കുന്നത് മീഡിയകളാണ്. പാകിസ്ഥാനിലുള്ള മീഡിയകളും ഇതാണ് പറയുന്നത്, അതുപോലെ ബ്രിട്ടനിലുള്ള മീഡിയകളും. ഞാനൊരു ബാച്ചിലറാണ്, നല്ല പോലെ ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞില്ല. സോ ഒരു സ്പെക്കുലേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഏതെങ്കിലും പാർട്ടി പോവാണെങ്കിൽ എല്ലാവരുടെയും കണ്ണി ഞാൻ പെട്ടുപോകും. പിന്നെ നിങ്ങൾ ഇത്രയും ആൾക്കാരുടെയൊക്കെ ലിസ്റ്റ് പറഞ്ഞിരുന്നു. ഇത് വെച്ച് എങ്ങനെയാണ് ഒരാളെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളിൽ പിന്നെ നിങ്ങൾ ഒരുപാട് പഴയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതൊക്കെ ഞാൻ മറന്നു തന്നെ പല വർഷം എടുത്തു. എന്നെങ്കിലും ആരെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തണ്ടേ? എനിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ഫേസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ആക്ച്വലി കംപ്ലീറ്റ്ലി മറന്നു. കല്യാണത്തിന് ശേഷം ഒരു ഫേസ് ഉണ്ട് ഇപ്പോൾ. അതെനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇമ്രാൻ സാർ, താങ്കളുടെ ക്രിക്കറ്റിനെ കുറിച്ചുള്ള ചില പരാതികളുണ്ട്. അത് നമുക്ക് ഒരു ബ്രേക്കിന് ശേഷം ചർച്ച ചെയ്യാം. ബ്രേക്കിന് ശേഷം വിചാരണ തുടരുന്നതായിരിക്കും. കാത്തിരിക്കുക. ഞാനപ്പോൾ വല്ലാണ്ട് ഒരു പീക്കിലായിരുന്നു. ഞാൻ വളരെ നന്നായിട്ട് ബൗൾ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. സോ എന്നെക്കൊണ്ട് കളിക്കാൻ പറ്റാത്ത കാരണം, എൻ്റെ മേത്ത് എങ്ങനത്തെ കുറ്റാരോപണങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ, ഇമ്രാൻ പാർട്ടിക്ക് പോവുകയാണ്, ഇന്ത്യൻ ആക്ട്രസിന്റെ ഒപ്പം ചുറ്റിക്കൊണ്ടിരിക്കുവാണ്, സീനത്ത് അമാന് എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നും പറഞ്ഞ്. ഇന്ന് ആപ്കി അദാലത്തിൽ നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലുള്ള തെഹ്രീക്കെ ഇൻസാം പാർട്ടി ചെയർമാനായ ഇമ്രാൻഖാനോടാണ്. ആപ്കി അദാലത്തിൽ ഇമ്രാൻഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ക്രിക്കറ്റിനെ സ്വന്തം ലാഭത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഇമ്രാൻ സാർ, ഇത് സത്യമാണോ? അതായത് ക്രിക്കറ്റ് താങ്കളെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കി. ജനങ്ങൾ താങ്കളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു, പ്രത്യേകിച്ചും നമ്മുടെ യുവാക്കൾ. അവർ ഗോഡ് ഓഫ് ക്രിക്കറ്റായി താങ്കളെ കരുതുന്നു. പക്ഷെ ക്രിക്കറ്റിന് വേണ്ടി താങ്കൾ എന്താണ് ചെയ്തത്? ക്രിക്കറ്റിന് വേണ്ടി ഞാൻ പ്ലെയറായിട്ടിരിക്കുമ്പോൾ ഞാൻ ജയിപ്പിക്കാൻ ആഗ്രഹിച്ചതായിരുന്നു. ഞാൻ ക്യാപ്റ്റനായി. ഞാൻ പാകിസ്ഥാൻ ടീം വിട്ട് പുറത്തു പോകുമ്പോൾ ഞാൻ വളരെ ഗൗരവത്തിലായിരുന്നു പോയത്. അപ്പോൾ പാകിസ്ഥാൻ ഒരു ബെസ്റ്റ് ടീമായിരുന്നു ആക്ച്വലി. അത് വേൾഡ് കപ്പ് വിൻ ചെയ്ത ടീമായിരുന്നു. പിന്നെ അത് 92-ലും വന്ന ഒരു വലിയ ടീമായിരുന്നു. അന്ന് ലോകത്ത് തന്നെ വെച്ച് നോക്കുമ്പോൾ അതൊരു നമ്പർ 1 ടീമായിരുന്നു. ടാലൻ്റ് ഉള്ള ആൾക്കാരുള്ള നമ്പർ 1 ടീം. പക്ഷേ താങ്കളോടൊപ്പം ക്രിക്കറ്റ് കളിച്ചവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇമ്രാൻഖാൻ തൻ്റെ പേഴ്സണൽ കരിയറിന് വേണ്ടി മാത്രമാണ് ക്രിക്കറ്റ് ഉപയോഗപ്പെടുത്തിയെന്നാണ്. ക്രിക്കറ്റിൽ താങ്കളുടെ ഡോമിനേഷൻ കൂട്ടാൻ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തിയെന്ന്. ഞാൻ 1987 എൻ്റെ റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ, എനിക്കുണ്ടായിരുന്ന ഒരു തീയും എനിക്കുണ്ടായിരുന്ന ഒരു ഊർജ്ജവും അത് മൊത്തത്തിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞു. കാരണം ഞാൻ എന്താണെന്ന് വെച്ചാൽ ആ ബെഞ്ച് ലെവലിലില്ല. സോ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ പീക്ക് സമയത്ത് തന്നെ അത് വിട്ടേക്കാം. ആരെങ്കിലും എന്നെ ടീമിൽ നിന്ന് പുറത്താക്കുന്നതിനിപ്പുറം ഞാൻ പീക്കിലുള്ള സമയത്ത് അത് വിട്ടേക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ജനറൽ സിയ പബ്ലിക്കായിട്ട് റിക്വസ്റ്റ് ചെയ്തു, നീ ടീമിലോട്ട് വാ, ടീമിന് നിന്റെ ആവശ്യമുണ്ട്. സോ ഞാൻ ടീമിന് വേണ്ടിയാണ് പിന്നെയും വന്നത്. അതിനുശേഷവും ഞാൻ പിന്നെയും ടീം വിടാനായിട്ട് വിചാരിച്ചപ്പോൾ, പക്ഷെ അതിനിപ്പുറം ഞാൻ ക്യാൻസർ ഹോസ്പിറ്റൽ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. സോ ക്യാൻസർ ഹോസ്പിറ്റൽ പ്രോജക്റ്റിൻ്റെ ആക്ച്വലായിട്ടുള്ള ഡോക്ടേഴ്സ്, അവരൊക്കെ എൻ്റെ ഒപ്പം ഇരുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ക്രിക്കറ്റിൽ നിന്ന് പുറത്തു വന്നെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പണിയാൻ പറ്റില്ല. നിങ്ങൾ പബ്ലിക്കിന്റെ ഫേസിൽ തന്നെ ഉണ്ടാവണം, അതിനൊപ്പം പൈസ ഉണ്ടാക്കണം. ഒരുപക്ഷെ നിങ്ങൾ പബ്ലിക്കിന്റെ ഫേസിൽ നിന്നൊക്കെ ആക്ച്വലി പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലിന് വേണ്ടി 70 crores ചേർക്കണം. അത് നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് അവർ പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ ക്രിക്കറ്റ് കളിച്ചെന്ന് വെച്ചാൽ അത് വെറും ക്യാൻസർ ഹോസ്പിറ്റലിന് വേണ്ടി മാത്രം. ജാവേദ് മിയാന്താദിന്റെ പുസ്തകം ഓട്ടോബയോഗ്രഫി, അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, അതായത് ഇമ്രാൻഖാന്റെ പേര് മീറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഈ മീറ്റർ പണത്തിന് വേണ്ടി മാത്രം ഓടുന്നതാണ്. ആക്ച്വലി അതിനുശേഷം തലകീഴെ മാറിപ്പോയി. നിങ്ങൾ പറഞ്ഞില്ലേ ഈ മീറ്റർ എന്ന് പറയുന്നത്, ഇതിൽ ആക്ച്വലി ഞങ്ങളുടെ ടീമിൽ തന്നെ ഒരു 3 തൊട്ട് 4 പേരുണ്ട്. അതിൽ ഓരോരുത്തരെയും നോക്കുവാണെങ്കിൽ ഒരാൾക്ക് കാശിൽ കൂടുതൽ ഇഷ്ടമുണ്ടാവും, കാശിന് വെറുക്കുന്നവരുണ്ടാവും. അവരുടെ വിചാരം എന്താന്ന് വെച്ചാൽ, ജനങ്ങൾ വേൾഡ് കപ്പിന് വേണ്ടി കൊടുക്കുന്ന പൈസ എല്ലാം ഞാൻ എടുത്തുകൊണ്ട് പോയി ഇങ്ങോട്ടേക്കോ എടുത്തേക്കോ എന്ന് വിചാരിച്ചു. 2 കുറ്റങ്ങളാണ് ആരോപിക്കുന്നത്. അതിൽ ഒന്നെന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഒരു മാച്ച് ജയിക്കുകയാണെങ്കിൽ ആ മാച്ച് ജയിക്കുന്നതിന്റെ
ഫുൾ ക്രെഡിറ്റും താങ്കളുടെ ക്യാൻസർ ഹോസ്പിറ്റലിന് വേണ്ടി താങ്കൾ പ്രയോജനപ്പെടുത്തുന്നു എന്നാണ്. പിന്നെ താങ്കൾ ഒരു സ്പീച്ച് നടത്തിയിരുന്നു. അതിലെന്താണ് പറയുന്നത് വെച്ചാൽ ക്യാൻസർ ഹോസ്പിറ്റലിന് സഹായങ്ങൾ വേണമെന്നാണ് പറഞ്ഞത്. ഇതിലെനിക്ക് ഒട്ടും നാണമില്ല കേട്ടോ. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു ഹോസ്പിറ്റൽ പണിയാനായിട്ടാണ് തന്നെ ഞാൻ കളിക്കുന്നതെന്ന്. ആ ഹോസ്പിറ്റൽ എനിക്ക് വേണ്ടി മാത്രമല്ല, പാകിസ്ഥാന് വേണ്ടി, പാകിസ്ഥാനിൽ വാഹിദ് ക്യാൻസർ ഹോസ്പിറ്റൽ പണിയാനായിട്ട്. സോ ഇത് ഞാൻ എൻ്റെ നാടിന് വേണ്ടിയാണ് ചെയ്യുന്നത്. സോ ഇത് പബ്ലിസിറ്റി ചെയ്യാൻ എനിക്ക് ഒരു നാണവുമില്ല. ഞാൻ 2 വർഷമായിട്ട് പബ്ലിസിറ്റി ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ എപ്പോഴൊക്കെ പ്രൈസ് ജയിച്ചിട്ടുണ്ടോ ആ സമയമെല്ലാം ഹോസ്പിറ്റലിലോട്ട് ഞാൻ എല്ലാം ഡൊണേറ്റ് ചെയ്തിട്ടുമുണ്ട്. 2 വർഷത്തിന് മുമ്പ് ഓസ്ട്രേലിയയിൽ ഞാൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിരുന്നു, പാകിസ്ഥാൻ ടീമിന് വേണ്ടി കളിക്കുന്ന സമയത്ത്. സോ അത് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ക്രിക്കറ്റർ ഓഫ് ദി അവാർഡ് ഞാൻ ഹോസ്പിറ്റലിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞത്. പക്ഷെ ഇവരെന്തുകൊണ്ട് അത് മനസ്സിലാക്കാതെ? താങ്കളുടെ അവാർഡ് ഹോസ്പിറ്റലിൽ നൽകിയതിൽ ഒരു കുറ്റവുമില്ല. പക്ഷേ പ്ലേയേഴ്സിന് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താങ്കൾ തിരിച്ചു വരുന്ന സമയത്ത് സിംഗപ്പൂരിലുണ്ടായിരുന്നു. സിംഗപ്പൂരിലെ അംബാസഡർ താങ്കൾക്ക് ഒരു ചെക്ക് നൽകി. അത് ഫുൾ ടീമിനുള്ള ചെക്കായിരിക്കും, പക്ഷെ താങ്കൾ അത് ഹോസ്പിറ്റലിലേക്ക് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. എപ്പോഴാണോ ഈ തോട്ട് വന്നത്, ഞങ്ങളുടെ പ്ലേയേഴ്സിന്റെ ഉള്ളിൽ എപ്പോഴാണോ ആക്ച്വലി തോട്ട് വന്നത്, ഞാൻ ടീമിന്റെ പൈസ എടുത്ത് ഹോസ്പിറ്റലിലോട്ട് ഇടുവാന്നും പറഞ്ഞ് അന്ന് ഞാൻ തീരുമാനിച്ച ഇതിനുശേഷം ക്രിക്കറ്റ് കളിക്കാൻ പാടില്ല. അന്നാണ് ഞാൻ ഫുൾ ടൈം ഹോസ്പിറ്റലിലോട്ട് ഫോക്കസ്ഡ് ആയി മാറി. അപ്പോഴും ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിന് വേണ്ടി മാത്രമാണ് കളിക്കുന്നത്. സോ ഇതിൽ ഞാൻ പ്ലേയേഴ്സിന്റെ പൈസ എടുത്ത് ഹോസ്പിറ്റലിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുന്നതൊക്കെ എന്നെ കൊണ്ട് ഏതൊരു സിറ്റുവേഷനിൽ ഈ കുറ്റാരോപണമൊന്നും ഏറ്റെടുക്കാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ സിംഗപ്പൂരിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നില്ലേ, ആ അംബാസിഡർ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇപ്പൊ അദ്ദേഹം സിംഗപ്പൂരിലല്ല, ഇസ്ലാമാബാദിലാണ് ഉള്ളത്. ആ പൈസ ഹോസ്പിറ്റലിന് വേണ്ടിയാണ് ചേർത്തത്. പക്ഷേ പ്ലേയേഴ്സ് കരുതുന്നത് അത് തീർച്ചയായിട്ടും ടീമിന് തന്ന പണമാണെന്നാണ്. ചില പിള്ളേർ നിങ്ങൾ നോക്കുവാണെങ്കിൽ പൈസ മാത്രം വേണമെന്നുള്ളൊരു കംപ്ലീറ്റ് തോട്ടിലായിരിക്കും അവർ. ഇതിലൊരു ചെറിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവർക്കുള്ള അത്യാഗ്രഹം കാരണമാണ് അവരങ്ങനെ മനസ്സിലാക്കി വെക്കാനും ഉള്ളത്. ഞാൻ അവരുടെ പൈസ എടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊടുത്തു, അതൊക്കെ നുണയായിരുന്നു. അദ്ദേഹം തന്റെ പുസ്തകത്തിൽ ഇത് എഴുതിയിട്ടുണ്ട്, താങ്കൾ ബോർഡ് ഓഫീസേഴ്സിനൊപ്പം ചേർന്ന് അദ്ദേഹത്തെ ക്രിക്കറ്റ് ക്യാപ്റ്റൻഷിപ്പിൽ നിന്നും നീക്കിയെന്ന്. ഞാൻ ബോർഡിൽ ഒഫീഷ്യലും അല്ല, ഞാൻ ബോർഡിലോട്ട് മെമ്പറും അല്ല. ഈ സമയത്ത് നോക്കുവാണെങ്കിൽ ഞാൻ ബോഡി പറഞ്ഞ് എങ്ങനെ ക്യാപ്റ്റനെ മാറ്റാൻ പറ്റുന്നത്? ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. വിയാദാത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കും ഞാൻ വിചാരിച്ചില്ല. വളരെ തെറ്റാണത്. അദ്ദേഹവും ഞാനും വളരെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ വളരെ നല്ലതായിരുന്നു. ആക്ച്വലി ജാവദിന്റെ പെർഫോമൻസ് ഒക്കെ ടീമിൽ വളരെ നല്ലതുമായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ബുക്കിൽ നിന്ന് കേൾക്കുമ്പോൾ വളരെ അദ്ദേഹം തന്റെ പുസ്തകത്തിൽ ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇമ്രാൻഖാൻ ടീമിനെ 2 ആക്കാൻ ശ്രമിച്ചു എന്ന്. താങ്കൾ ക്യാപ്റ്റനായിട്ടുള്ള സമയത്ത് താങ്കൾ ഒരു പാർട്ടി നൽകിയെന്ന്. ആ പാർട്ടിയിലേക്ക് താങ്കൾ 3 പേരെ വിളിച്ചില്ലെന്ന് പറയുന്നു. ജാവേദ് മിയാന്താദ്, റെമിസ് രാജ, പിന്നെ സലീം മാലിക്കിനെയും. ഈ 3 പേരെ ഒഴിച്ച് ബാക്കി എല്ലാ ടീമിലുള്ള വ്യക്തികളെയും താങ്കൾ വിളിച്ചു. നോക്കൂ, ഇതും ഒരു ചെറിയ ബുദ്ധിയാണ് എല്ലാം വിശ്വസിപ്പിക്കാന്നുള്ള രീതി. ഒരുപക്ഷെ ഒരു ഗെറ്റ് ടുഗദർ പാർട്ടിയിൽ നിന്ന് എല്ലാവരും പുറത്ത് പോകുമ്പോൾ ആ പാർട്ടി നശിക്കാൻ പോകുന്നോ അതോ ടീം പിരിഞ്ഞു പോകാൻ പോകുന്നോ? പക്ഷേ താങ്കൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ? അത് ഒരുപക്ഷെ ഇന്ത്യയിലാണെങ്കിൽ ശരി, അല്ലെങ്കിൽ പാകിസ്ഥാനിലാണെങ്കിൽ ശരി, ക്രിക്കറ്റ് കളിക്കാരുടെ ശ്രദ്ധ മുഴുവനും ആഡുകളിലും സ്വന്തമായിട്ട് പണം സമ്പാദിക്കുന്നതിലാണെന്നുള്ള കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഒരുപക്ഷെ പ്രൊഫഷണൽ ക്രിക്കറ്റ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് അവരുടെ അഡ്വർടൈസ്മെന്റ് അഭിനയിക്കുന്നു, സ്പോൺസർഷിപ്പ് ചെയ്യുന്നു, അവരുടെ ക്രിക്കറ്റിൽ ഫോക്കസ്ഡ് ആയിരുന്നെങ്കിൽ ഇതിലൊരു തെറ്റും കാണത്തില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റ് ടൈം ഇന്ത്യയിലോട്ട് വന്നപ്പോൾ ക്രിക്കറ്റ് ടൂറിൽ അപ്പോൾ എനിക്ക് ആക്ച്വലി റിബ് ഇഞ്ചുറി ആയിരുന്നു. ഞാൻ ക്രിക്കറ്റിൽ അപ്പോൾ വളരെ പീക്കിലായിരുന്നു. ഞാൻ വളരെ ഫാസ്റ്റ് ബൗളിംഗ് ആയിരുന്നു ആ സമയത്തൊക്കെ. സോ എന്നെക്കൊണ്ട് കളിക്കാൻ പറ്റാത്ത കൊണ്ട് അവർ എങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ അടുത്ത് പഴി ചുമത്തിയെന്ന് വെച്ചാൽ, ഞാൻ രാത്രി പാർട്ടീസിന് പോവാണ്, ഇന്ത്യൻ ആക്ട്രസിനെ കൂടെ ചുറ്റുവാണ്, സീനത്ത് അമ്മന് അതുകൊണ്ട് എനിക്കിത് എത്രത്തോളം ഷോക്കിംഗ് ആയിരുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കത് പോളിറ്റിക്സിലുള്ളത് കൊണ്ട് അത്ര വലിയ പഴിയായിട്ട് അത് തോന്നുന്നില്ല, അതറിയത്തില്ല. കാരണം പക്ഷേ ആ കാലത്ത് ഇതൊക്കെ എഴുതുന്നത് കണ്ട് എനിക്ക് വളരെയധികം ഷോക്ക് തന്നെയായിരുന്നു സത്യം പറയണേൽ. വളരെയധികം ഷോക്കിംഗ് ആയിരുന്നു. പിന്നെ ജനങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ പാർട്ടി കണ്ടു രാവിലെ 5 മണിക്കൊക്കെ എന്നൊക്കെ. അതും ഞാൻ ഡ്രിങ്ക്സ് കഴിക്കുമെന്ന്. പക്ഷെ ഇന്ന് വരെ ഞാൻ ഡ്രിങ്ക്സ് തൊട്ടിട്ട് പോലുമില്ല. സോ ഇങ്ങനെയൊക്കെ അവർ പഴി പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ സ്പോർട്സ്മാൻ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ രാത്രി മുഴുവനും നമ്മൾ മുഴിച്ചിരുന്ന് പാർട്ടി എൻജോയ് ചെയ്താലും ജനങ്ങൾ ചിലപ്പോൾ എല്ലാം മറന്നു പോകും. പക്ഷെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് നടന്നാൽ നമ്മൾ തെറ്റായ കാര്യം ചെയ്തോ ഇല്ലയോ നമ്മൾ അവർ ഉറപ്പായിട്ട് പഴിച്ചിരിക്കും. ഇതൊക്കെ സ്പോർട്സ്മാൻ ഫേസ് ചെയ്തേ പറ്റൂ. പക്ഷേ ഇങ്ങനെയുള്ള കുറ്റങ്ങൾ താങ്കളുടെ കൊളീഗ്സ് തന്നെ ആരോപിക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ എത്രയോ പ്രാവശ്യം, അതായത് ഞാൻ ജാവേദിന്റെ ബുക്കൊന്നും പഠിച്ചിട്ടില്ല, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഇച്ചിരി വിഷമമുണ്ട്. അതായത് എൻ്റെ കൊളീഗ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ 15 വർഷത്തോളം ക്രിക്കറ്റ് കളിച്ചവരാണ്. പിന്നെ അദ്ദേഹവും ഇതുപോലത്തെ ചീപ്പായ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ എനിക്കും അത് കാണാൻ വളരെ വിഷമമാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, മനുഷ്യനാണെങ്കിൽ മനുഷ്യരുടെ എല്ലാം അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റും. പിന്നെ താങ്കളോടൊപ്പം മറ്റൊരാളും ഉണ്ടായിരുന്നു, സർഫ്രസ് നവാസ്. അദ്ദേഹം താങ്കളുടെ പേരിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടൊരു കാര്യം, ഞങ്ങളുടെ മുസ്ലിംസിന്റെ ബുക്കിൽ അതിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ,
അള്ളാഹു ജനങ്ങളെ എല്ലാം നല്ല മനുഷ്യരായിട്ടാണ് ജനിപ്പിച്ചതെന്ന്. അതായത് ജനങ്ങൾ എത്രത്തോളം ഉയരത്തിലോട്ട് പോയാലും അവർ കളിക്കാൻ പാടില്ല. അവനങ്ങനെ ഓവറായിട്ട് കളിച്ചിട്ട് അവൻ താഴോട്ട് വീഴുവാണെങ്കിൽ അവൻ മൃഗത്തിനും താഴോട്ട് ഇറങ്ങും. ഈ സർഫ്രാസ് ഇങ്ങനത്തെ ഒരാളാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഇത് ഇപ്പൊ സംഭവിച്ച കാര്യങ്ങളൊന്നുമല്ല. ഏകദേശം 10 വർഷങ്ങളായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റീസെന്റായിട്ട് 2 കുറ്റങ്ങളാണ് ആരോപിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയാം. താങ്കൾ ആ ഹോസ്പിറ്റലിന് വേണ്ടി എത്രത്തോളം പണം കളക്ട് ചെയ്തുവോ ആ പണം വെച്ച് ഏകദേശം 10 ഹോസ്പിറ്റൽ കെട്ടാമെന്ന്. താങ്കൾ ഒന്നല്ലേ കെട്ടിയുള്ളൂ, ബാക്കി 9 മായമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ഒരു പൂറായിട്ടുള്ളൊരു ബുദ്ധിയാന്ന് പറയാം. അദ്ദേഹത്തിന്റെ ബുദ്ധിയൊക്കെ ഇത്രയേ ഉള്ളൂ. അവരുടെ ബുദ്ധി എന്താന്ന് വെച്ചാല്, ഒരുപക്ഷെ അദ്ദേഹം ഹോസ്പിറ്റലിൽ പണിയാൻ കാശുണ്ടാക്കിയിരുന്നെങ്കിൽ അവസാനത്തെ പങ്ക് മാത്രം ആശുപത്രിക്ക് കൊടുത്തിട്ട് മറ്റുള്ള പൈസക്ക് അദ്ദേഹം വെച്ചോട്ടെ. അത് ഇംഗ്ലീഷിൽ നിങ്ങൾ ചോദിച്ചില്ലേ, ഇംഗ്ലീഷിലൊരു പഴമൊഴിയുണ്ട് ഇതിന്. അതെന്താന്ന് വെച്ചാല്, യു ടേക്ക് എ തീഫ് ടു ക്യാച്ച് ദ തീഫ്. ഒരു കള്ളന്റെ ചിന്ത കള്ളനെ പോലെ ഉണ്ടാവത്തുള്ളൂ. അവനെ പോലെ കള്ളനെ പോലെ ആലോചിച്ചാൽ അവന്റെ മൂവ് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അവന്റെ ആലോചന അവൻ ആരാന്ന് കാണിച്ചു തന്നേക്കും. മറ്റൊരു കുറ്റം ആരോപിക്കുന്നുണ്ട്. താങ്കൾ ആ ഹോസ്പിറ്റലിൽ എന്തിനു വേണ്ടിയാണ് കെട്ടിയിരിക്കുന്നത് വെച്ചാൽ അതിന്റെ പ്രയോജനം, അതായത് ജൂയിഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഇല്ലേ, താങ്കളുടെ ഫോർമർ ഇൻലാസിന്റെ കമ്പനി, അവർ ക്യാൻസർ മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ചില എക്സ്പെരിമെന്റുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് മനുഷ്യരിൽ പ്രയോഗിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അത് താങ്കളുടെ ഹോസ്പിറ്റലിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് താങ്കൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഒരു ഹോസ്പിറ്റലിൽ കെട്ടിയതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരുടെയൊക്കെ ആലോചന എന്ന് വെച്ചാൽ മൃഗത്തിനെ പോലെ ആയിരിക്കും. ഇത് തെറ്റാ, വളരെ തെറ്റാ. ഇതിന് ശേഷം നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണ്ട. അയാൾ പൊട്ടനെ പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു അറിവേ ഇല്ല അയാൾക്ക്. അയാളൊക്കെ നോക്കുവാണെങ്കിൽ ഒട്ടും ലേശം അറിവില്ലാത്തവനാ. ഈ ചോര കുടിക്കുന്ന അട്ടേക്കാൾ മോശമായവൻ. ശരി, ഇനി നമുക്ക് ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കാം. താങ്കൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നതിനെക്കുറിച്ച് ഒരു വലിയ ലിസ്റ്റ് തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇമ്രാൻഖാനോട് നമുക്കത് ചോദിക്കാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ഇത് തെറ്റ് തന്നെയാണെന്ന് എനിക്ക് എന്തുകൊണ്ടാണ് തോന്നുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആരംഭം തൊട്ട് എന്തുകൊണ്ട് ഓപ്പോസിഷനിൽ ഇരിക്കുന്നതെന്നും ഒരു ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഒബ്വിയസ്ലി ഞാൻ ബെറ്റർ ആയിരിക്കണമല്ലോ. താങ്കൾക്ക് ഇത് തോന്നിയില്ലേ? താങ്കൾ ഒരു ജെന്റിൽമാൻ ആണ്. ജെന്റിൽമാൻമാർക്ക് പൊളിറ്റിക്സിൽ ഒരു സ്ഥാനവുമില്ല. ഇന്ന് ആപ്കി അദാലത്തിൽ നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെഹ്രീക്കെ ഇൻസാം പാർട്ടിയുടെ ചെയർമാനായ ഇമ്രാൻഖാനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ഇമ്രാൻഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ തോറ്റുപോയി എന്നുള്ളതാണ്. ഇമ്രാൻ സാർ, താങ്കൾ ഹോസ്പിറ്റലിന് വേണ്ടി പണം ശേഖരിക്കുന്ന സമയത്ത് താങ്കൾക്ക് ധാരാളം സപ്പോർട്ട് ലഭിച്ചിരുന്നു. കുട്ടികൾ, ചെറുപ്പക്കാർ, പ്രായമായവർ, സ്ത്രീകൾ, അവരെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ധാരാളം പണവും ലഭിച്ചു. ആ പണം വാങ്ങിയാണ് താങ്കൾ ഹോസ്പിറ്റലിൽ കെട്ടിയത്. അത് നല്ല കാര്യമാണ്. പക്ഷേ ആ രാജ്യത്തുള്ള ജനങ്ങൾ താങ്കളെ ഒരു നേതാവായിട്ട് അംഗീകരിക്കുന്ന താങ്കൾ തെറ്റിദ്ധരിച്ചു അല്ലേ? സോ താങ്കളൊരു പാർട്ടി തുടങ്ങി, ആ പാർട്ടിക്ക് ന്യായം ലഭിക്കുന്നതിന് പകരം ലഭിച്ചത് മൊത്തം അന്യായമായിരുന്നു അല്ലേ? നിങ്ങൾ നോക്കുവാണെങ്കിൽ എൻ്റെ യൂണിവേഴ്സിറ്റി ഡിഗ്രി എന്താണെന്ന് വെച്ചാൽ അത് പോളിറ്റിക്സ്. പിന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ അത്രത്തോളം ഒരു പൊട്ടനല്ല. ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ആ പാർട്ടിയിലുള്ളപ്പോൾ, അതായത് താങ്കളുടെ ഡിഗ്രി, അതിനെക്കുറിച്ച് ഞാനും കുറച്ച് റിസർച്ച് ചെയ്തിരുന്നു. താങ്കൾക്ക് പൊളിറ്റിക്കൽ സയൻസിൽ എല്ലാത്തിനേക്കാളും കുറച്ച് മാർക്കാണ് ലഭിച്ചത്. ഞാൻ നിങ്ങളോടൊരു റിക്വസ്റ്റ് ചെയ്യാം. നിങ്ങൾ പിന്നെയും അതൊന്ന് റിസർച്ച് ചെയ്യണം. നിങ്ങൾ റിസർച്ച് ചെയ്താലേ നിങ്ങൾക്കത് അറിയാൻ പറ്റത്തുള്ളൂ. പോളിറ്റിക്സ് പേപ്പറിൽ എനിക്ക് ഇത് ഓക്സ്ഫോർഡിലും നിങ്ങൾ ഓർമ്മ വെച്ചോണം. അവിടെ ഓക്സ്ഫോർഡിൽ എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കുന്നവരാണ്. അവർക്കുള്ളിൽ നിന്ന് എനിക്ക് ടോപ്പ് സെക്കൻഡാണ് കിട്ടിയത്. ഓക്സ്ഫോർഡിന്റെ ഉള്ളിൽ പോളിറ്റിക്സിലല്ല, എക്കണോമിക്സിലാണ് കിട്ടിയത്. എക്കണോമിക്സിൽ കുറച്ച് കുറവാ. നോക്കൂ, എനിക്ക് പാകിസ്ഥാന്റെ സിറ്റുവേഷൻ പൊളിറ്റിക്കലിൽ എന്താണെന്ന് നന്നായിട്ടറിയാം. ഒരു മനുഷ്യൻ ഒരു ആന്റി സ്റ്റേറ്റസിനെ, ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് പോളിസി ചെയ്യാനായിട്ട് വന്നതാ. ആ മനുഷ്യനെ ഇതിനു മുമ്പുണ്ടായിരുന്ന പഴയ ആൾക്കാര്, എത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഭരണപക്ഷത്തിലുണ്ടായിരുന്നവര്, എന്നെ എത്രയും പെട്ടെന്ന് അവരങ്ങോട്ട് പ്രൈം മിനിസ്റ്റർ ആവാൻ വിട്ടേക്കുവോ? പിന്നെ നിങ്ങള് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഇല്ലാണ്ട് പ്രൈം മിനിസ്റ്റർ ആവാൻ പറ്റുമോ? ഒരു പുതിയ പാർട്ടി ഇല്ലാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? സോ എനിക്കിതിലൊട്ടും തെറ്റായ ധാരണയില്ല. ഇമ്രാൻ സാർ, താങ്കൾ അവിടെ 9 സീറ്റുകളിലാണ് മത്സരിച്ചത്. 7 സ്ഥലങ്ങളിൽ ഡെപ്പോസിറ്റ് പോലും നഷ്ടപ്പെട്ടു. അത് കേട്ടാൽ നിങ്ങൾ ഇപ്പൊ ഷോക്കാവും. ഇലക്ഷന് ഒരാഴ്ച വരെ മുൻപ് ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം 3 സീറ്റ്സ് വരെ കിട്ടും, മറ്റതിലൊന്നും കിട്ടത്തില്ല. ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. ആക്ച്വലി ഞാൻ
ഞാൻ ഇതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാണ്ടിരിക്കേണ്ടത്. നോക്കുവാണെങ്കിൽ ഞാൻ ഞങ്ങളുടെ പാർട്ടി ഡിസ്പോസ് ചെയ്തു. ഇവിടുന്ന് ഞാൻ എന്റെ പാർട്ടിക്ക് ഒരു കാര്യം പറയാൻ പറഞ്ഞു വരുന്നത് താങ്കൾ ക്യാമ്പയിന് പോകാത്തതുകൊണ്ടാണ് താങ്കളുടെ പാർട്ടി അതുകൊണ്ടൊന്നല്ല, ഞാൻ ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് തന്നെയായിരുന്നത്. ആ സമയത്ത് ഞാൻ പബ്ലിക്കിലായിരുന്നു ഇരുന്നത്. എനിക്കറിയാം പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് അതിൽ വോട്ടുമില്ല, വോട്ട് ബാക്ക് ഉണ്ടെങ്കിലും അതിൽ ചേർക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരുന്നാൽ പോലും ഇതുവരെ പാകിസ്ഥാനിൽ നടന്ന ഒരു ഇലക്ഷനിൽ ആരും ജയിച്ചില്ല. അതായത് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു പാർട്ടിക്കകത്തുണ്ടെങ്കിൽ ഇതുവരെ അവരാരും തോൽപ്പിച്ചിട്ടേ ഇല്ല. താങ്കളുടെ പാർട്ടി പുതിയതാണെന്നുള്ള കാര്യം അംഗീകരിക്കുന്നു. എവിടൊക്കെ താങ്കൾ മത്സരിച്ചോ അവിടെ എല്ലാം തോറ്റുപോവുകയും ചെയ്തു. പക്ഷേ 2001 ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അപ്പോഴും താങ്കളുടെ പാർട്ടിക്ക് 0.8% ആണ് വോട്ട് ലഭിച്ചത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അതും ഒരു അച്ചീവ്മെന്റ് തന്നെ. നോക്കൂ, നിങ്ങൾ ഞങ്ങളുടെ ഈ രണ്ടാമത്തെ ഇലക്ഷനിൽ ജനറൽ മുഷറഫിനെ അദ്ദേഹത്തിന്റെ 3 വർഷത്തെ ഭരണത്തിൽ ഞങ്ങൾ 2.5 വർഷത്തോളം സപ്പോർട്ട് ചെയ്തു. കാരണം ഞങ്ങൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ജനറൽ മുഷറഫ് തന്നൊരു അജണ്ടയിലുള്ള എല്ലാ പോയിന്റ്സും ആ 7 പോയിന്റും ഞങ്ങളുടേത് തന്നെയായിരുന്നു. ഞങ്ങൾ അന്ന് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തു. അവസാനം ഞങ്ങൾക്ക് എന്താ പിടികിട്ടിയെന്ന് വെച്ചാല് ജനറൽ മുഷറഫ് ഞങ്ങൾ എന്താണോ എതിർക്കുന്നത് അതാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ വഴിയും മാറി. ആ വഴി എത്രത്തോളം മാറിയാലും ഇലക്ഷനും 3 മാസം മുൻപ് ഞങ്ങളുടെ വഴി എത്രത്തോളം മാറിയിരുന്നാലും ഞങ്ങൾ മുഷറഫിന്റെ പാർട്ടിയിലില്ല, ഞങ്ങൾ ഒപ്പോസിഷൻ പാർട്ടിയിലും ഇപ്പം ഇല്ല. പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ 3 മാസത്തിന് മുൻപ് ഞങ്ങൾ പോകുന്നത് ഇലക്ഷന് 3 മാസം മുന്നേ ഞങ്ങളുടെ സർവൈവലിന് വേണ്ടിയാണ് ആക്ച്വലി കോമ്പറ്റേറ്റ് ചെയ്തത്. ഓർമ്മ ഇരുന്നോട്ടെ, PMLN അത് പഞ്ചാബിന്റെ ഒരു വലിയ പാർട്ടിയായിരുന്നു, പാകിസ്ഥാന്റെ വലിയ പാർട്ടി. ഇതിനു മുമ്പ് പാർലമെന്റിലും അതിനൊരു 2/3 ഉണ്ടായിരുന്നു. അതിന് വെറും ഒരു 13 സീറ്റ്സ് ആയിരുന്നു കിട്ടിയത്. കാരണം അവർ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ നിന്നതുകൊണ്ട്, എസ്റ്റാബ്ലിഷ്മെന്റ് അവരെ വൈപ്പ് ഔട്ട് ചെയ്തത് കാരണം ഞങ്ങളിപ്പോ അവർക്കെതിരെയുള്ള ഒരു പുതിയ പാർട്ടി പല സന്ദർഭങ്ങളും ലഭിച്ചിരുന്നു. സിയ ഉൽ ഹക്ക് അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു പാകിസ്ഥാന്റെ. അദ്ദേഹം താങ്കൾക്ക് ഓഫർ നൽകി. അതെ, അദ്ദേഹം എനിക്ക് 1988 ഒരു മിനിസ്റ്ററായിട്ട് ഒരു ഓഫർ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വരണമെങ്കിൽ അപ്പൊ താങ്കൾ ജനറൽ മുഷറഫ് അന്ന് പ്രൈം മിനിസ്റ്ററിന്റെ ഓഫറും തന്നിരുന്നതായിരുന്നു. അത് അദ്ദേഹം തന്നെ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അതെ, ഇമ്രാൻ എന്റെ പാർട്ടിയിൽ ജോയിൻ ചെയ്ത അവനായിരിക്കും പ്രൈം മിനിസ്റ്ററിന്റെ നോമിനി എന്ന്. സോ നിങ്ങൾ നോക്കൂ, ഫെയിൽഡ് പൊളിറ്റീഷ്യനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. സക്സസ്ഫുൾ പൊളിറ്റീഷ്യനും ഫെയിൽഡ് പൊളിറ്റീഷ്യൻസിനും ഉള്ള വ്യത്യാസം ഇത് തന്നെയാണ്. അവരവരുടെ മനസാക്ഷി വെക്കണോ, അവർ വിളിക്കുന്ന വഴിക്കൊക്കെ അവർ വരണോ. പവർ പോളിറ്റിക്സ് ചെയ്താൽ അതിനകത്ത് ജയിക്കുന്നത് വളരെ എളുപ്പമല്ലേ. ഇന്ന് ഞാനും പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നേനല്ലോ. ഒരുപക്ഷെ ഞാൻ മാനിഫെസ്റ്റോ ശ്രദ്ധിക്കാണ്ടിരുന്നത് ഇന്ന് ചിലപ്പോൾ ഞാൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നിരിക്കുമല്ലോ. അത് സംഭവിച്ചോടൊപ്പം ചേർന്നത് തെറ്റാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്താ വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ ജനറൽ മുഷറഫ് ഈ നാടിന്റെ മുന്നേറ്റത്തിനെ കുറിച്ചാണ് കരുതുന്നത്, ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ. പക്ഷേ എപ്പോഴാണോ ഞങ്ങൾക്ക് ഈ കാര്യമൊക്കെ മനസ്സിലായത്, അദ്ദേഹവും ആ സ്റ്റേറ്റസും ആ പോളിറ്റിക്സും തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. സോ ഇതെന്തുകൊണ്ടാ തെറ്റെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ പാർട്ടിയിൽ മുന്നേ തന്നെ ഒപ്പോസിഷനിൽ പോയിരുന്നാലും ഞങ്ങൾ എലക്ഷൻസ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ നല്ലപോലെ പ്രിപ്പയർഡ് ആയേനെ. താങ്കൾക്ക് ഇത് തോന്നിയില്ലേ? താങ്കൾ ഒരു ജെന്റിൽമാൻ ആണ്. ജെന്റിൽമാൻമാർക്ക് പൊളിറ്റിക്സിൽ ഒരു സ്ഥാനമില്ല. ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ വിചാരിച്ചില്ല. നിങ്ങൾ പാകിസ്ഥാനിൽ നോക്കുവാണെങ്കിൽ അവിടെ ഒരാളുണ്ട്, അദ്ദേഹമാണ് എൻ്റെ റോൾ മോഡൽ. അദ്ദേഹത്തിന്റെ പേരാണ് മുഹമ്മദ് അലി ജിന്ന. അദ്ദേഹം ഒരു പ്രിൻസിപ്പളുള്ള മനുഷ്യനാണ്. ഇന്നും പാകിസ്ഥാനിൽ എല്ലാവരും അദ്ദേഹത്തിന് അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിൽ വന്നത് ഒരൊറ്റ ലീഡറായിരുന്നു, എല്ലാവർക്കും ഒരൊറ്റ ഒപ്പീനിയൻ തന്നെയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഒരു പ്രിൻസിപ്പളും പിന്നെ വളരെ ദൂരോട്ട് നോക്കാനുള്ള ഒരു ചിന്തയുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹമാണ് ഞങ്ങളുടെ ഐഡൽ. അതായത് മുഹമ്മദ് അലി ജിന്ന 1910 തന്നെ ആരംഭിച്ചതായിരുന്നു പോളിറ്റിക്സ് ഒക്കെ. പിന്നെ 47 ജയിച്ചതും. നമ്മൾ എന്തെങ്കിലും ഒരു സ്വപ്നം കാണുവാണെങ്കിലും അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിൽ എത്തിപ്പെട്ട് ജയിക്കുവാണെങ്കിലും പിന്നെ അവർക്കൊരു സമയം നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ, വെറും ഒരു 2 ഇലക്ഷനിൽ മാത്രം ഞാൻ തോറ്റത് കൊണ്ട് എന്നെ പെട്ടെന്നൊരു ഫെയിലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിന് വേണ്ടി ജീവിതകാലം മുഴുവനും അതിൽ ജയിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടും. ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാൻ കാണുമെന്നാണ് തോന്നുന്നത്. ഇതിനു മുമ്പ് താങ്കൾ പാകിസ്ഥാന്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നപ്പോ ആ സമയത്ത് താങ്കളുടെ മനസ്സിൽ എന്താണ് കരുതിയിരുന്നത്? ഇന്ത്യയായിട്ടുള്ള മാച്ച് നടക്കുമ്പോൾ താങ്കളുടെ മനസ്സിലെ ഫീലിംഗ് എന്തായിരിക്കും? മറ്റൊരു ടീമിനോടൊപ്പം ആയിരിക്കുമ്പോൾ താങ്കളുടെ ഫീലിംഗ് എന്തായിരിക്കും? നോക്കൂ, ഇന്ത്യക്കെതിരെ ഞാൻ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടാണ് കളിക്കുന്നത്. പിന്നെ നോക്കൂ, നിങ്ങളുടെ ടീമിനെ തോൽപ്പിക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നുള്ളൊരു മാക്സിമം ഞാൻ നോക്കും. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെച്ചോളൂ. അതായത് എപ്പോഴും ഇതൊരു എനിമിറ്റി ആയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ഇതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ തന്നെയായിരിക്കും, നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം പബ്ലിക് എത്രത്തോളം ഇതിൽ ഒരു ഇൻട്രസ്റ്റ് നൽകിയെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇന്ത്യ ഫുള്ളി അവരുടെ ടീമിന് വേണ്ടി സപ്പോർട്ട് ചെയ്യും, ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർ ഞങ്ങളുടെ ടീമിന് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾ കളിച്ചേ പറ്റൂ. കളിക്കുന്ന സമയത്ത് താങ്കൾക്ക് തീർച്ചയായിട്ടും പേടി കാണും. അതായത് തോറ്റിട്ട് പോയാൽ അവിടെ ഉള്ളവർ അടിക്കുമെന്നുള്ള പേടി. ഞാൻ
എന്നും ഇത് മറക്കാൻ കഴിയില്ല. ഞാൻ ഇന്ത്യയിലോട്ട് ഫസ്റ്റ് ടൂർ വന്നപ്പോൾ ഞങ്ങളുടെ ടീം ഇവിടെ വല്ലാണ്ട് തോറ്റുപോയി. സോ എനിക്ക് ഓർമ്മയുണ്ട്, നല്ലപോലെ ഞങ്ങൾ തോറ്റപ്പോൾ ഞാൻ എന്താ ഓർത്തതെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ജനങ്ങളെല്ലാം ഉറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി പോകണം. സോ അതിനുവേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്ത് രാവിലത്തെ 4 മണി ഫ്ലൈറ്റും ചൂസ് ചെയ്ത് ഡൽഹിയിൽ നിന്ന് അത് ചൂസ് ചെയ്താൽ കയറിപ്പോയത്. അപ്പം ജനങ്ങൾ ആരും ഇവിടെ എയർപോർട്ടിലില്ല, വെറും കസ്റ്റം ഓഫീസേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇമിഗ്രേഷൻ്റെ ഓഫീസേഴ്സ്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, ഞങ്ങളെ കസ്റ്റം ഓഫീസേഴ്സ് ഏകദേശം ഒരു 2 hours അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ എല്ലാ സാധനവും അവർ ജപ്തി ചെയ്തെടുത്തു. പിന്നെ റെക്കോർഡ്സ്, സ്നേഹപൂർവ്വം തന്ന സാധനങ്ങളെല്ലാം എടുത്തു അവർ. മാത്രമല്ലാണ്ട് 2 മണിക്കൂറോളം ഞങ്ങളെ ഇരുത്തി അവരവിടെ. പിന്നെ കുറച്ച് വെളുപ്പംകാലം ആയപ്പോഴേക്കും ഞങ്ങൾ പെട്ടെന്ന് ആരുടെയും കണ്ണിൽ പെടാണ്ട് പെട്ടെന്ന് അവിടുന്ന് പറന്നുപോയി. അതിനുശേഷം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 8 വർഷത്തിന് ശേഷം ഒരു മാച്ച് ഇന്ത്യയിൽ തന്നെ കളിച്ച് ഞങ്ങൾ ജയിച്ചിട്ട് ഇവിടുന്ന് പോകുമ്പോൾ, അതായത് ഇവിടുത്തെ ഒരു സീരീസിൽ ഞങ്ങൾ സെയിം എയർപോർട്ടിലോട്ട് പോയപ്പോൾ ഏകദേശം 1.5 ലക്ഷം ആൾക്കാരായിരുന്നു ഞങ്ങൾ റിസീവ് ചെയ്യാൻ വന്നത്. അതായത് ഏകദേശം 5 മൈൽ ദൂരത്തിലോട്ട് ആൾക്കാർ ഞങ്ങൾ റിസീവ് ചെയ്യാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ സെയിം കസ്റ്റം ഓഫീസർ ഞങ്ങളെ തോളി പൊക്കി എടുത്തോണ്ട് പോയി. ഇത് വിജയിക്കുകയും തോൽക്കുകയും ചെയ്യുന്നതിന് ആക്ച്വലി ഇത് ഒരു വല്ലാത്ത പഠനമായിരുന്നു ഞങ്ങൾക്ക്. ഈ 2 കാര്യത്തിൽ നിങ്ങൾ ജയിക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് സ്കൈലോട്ടായിരിക്കും. പിന്നെ തോൽക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം വിചാരിച്ചോണം, ഇതൊരു ചീത്ത സമയമാണ്, ഇനി നല്ല സമയം വരും. നിങ്ങളുടെ പൊളിറ്റിക്കൽ പാർട്ടി തരികെ ഇൻസാഫ് ഒരുപക്ഷെ പാകിസ്ഥാനിൽ ഡെമോക്രസി വന്നാൽ, നിങ്ങളുടെ പാർട്ടി പവറിൽ വന്നാൽ, നിങ്ങൾ എങ്ങനത്തെ പ്രാക്ടിക്കലായ സ്റ്റെപ്സ് ആയിരിക്കും ഇതിനു വേണ്ടി എടുക്കുന്നത്? എസ്പെഷ്യലി കാശ്മീർ പ്രോബ്ലം ഒക്കെ അതിനുവേണ്ടി സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് തന്നെ. എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ 2 നാടും നല്ലൊരു തീരുമാനത്തിലാണ് ഇരിക്കുന്നതെന്ന്. ഈ പ്രശ്നമൊക്കെ പിന്നീട് നോക്കാന്ന് വിട്ടുവെക്കുന്നതിന് പകരം അത് തന്നെ ശരിയാവുന്ന വിട്ടാൽ അത് തന്നെ ശരിയാവത്തില്ല. ഹാർഡ് ലൈനേഴ്സ് നിങ്ങളുടെ ഭാഗത്തുമുണ്ട്, ഞങ്ങളുടെ ഭാഗത്തുമുണ്ട്. അവർക്ക് ഈ ഡിസ്പ്യൂട്ട് ഉപയോഗിക്കുവാണ്. പിന്നെ ഈ വെറുപ്പ് കൊണ്ട് വോട്ടൊക്കെ വളരെ എളിമയായിട്ട് എളുപ്പത്തിൽ കിട്ടുമല്ലോ, അല്ലെങ്കിൽ വോട്ട് മേടിക്കാൻ വളരെ കഷ്ടമാണ്. വെറുപ്പ് സ്പ്രെഡ് ചെയ്യുന്നവർ ഡിസ്പ്യൂട്ടൊക്കെ ഉപയോഗിക്കും. പിന്നെ ഏതൊരു സമയത്തും ഇത് എങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് മാറുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ റീസെൻ്റ്ലി വന്നല്ലോ, അതായത് ഈ ന്യൂക്ലിയർ ആംസിന്റെ നാടിലൊക്കെ ബോർഡേഴ്സിൽ ഒരാൾക്കെതിരെ ഒരാൾ ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ നമ്മളെല്ലാവരും, നമ്മുടെ ജനങ്ങളെല്ലാവരും അവരുടെ ഹോസ്റ്റേജസിനെ പോലെ. എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഈ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിന് ക്രിക്കറ്റ് കാരണം ഒരു പരിഹാരം ലഭിച്ചിരിക്കുകയാണ്. ഇതിനെ ക്രിക്കറ്റ് ഡിപ്ലോമസി എന്ന് നമുക്ക് പറയാം. 2 രാജ്യങ്ങളും ക്രിക്കറ്റ് കളിക്കുമ്പോൾ എത്രത്തോളം സൗഹൃദത്തിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ ആ സീരീസ് കണ്ടപ്പോൾ തീർച്ചയായിട്ടും എനിക്കിങ്ങനെ ഒട്ടും തോന്നിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം കാണുമെന്ന്. അതായത് പാകിസ്ഥാൻ തോറ്റുപോയി, അവരുടെ ഗ്രൗണ്ടിൽ തന്നെ ഇന്ത്യയിലുള്ള ഓഡിയൻസ് അവരുടെ കൊടിയും പിടിച്ചിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യം. പിന്നെ പാകിസ്ഥാൻ ക്രൗഡ് അവരെ ചീറപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇവിടുന്ന് ഞങ്ങളുടെ ഫാൻസൊക്കെ ആക്ച്വലി ഓടിപ്പോയിരുന്നു. ജനങ്ങളൊക്കെ ലാഹോറിൽ എങ്ങനെയാണോ, അതായത് ഇന്ത്യയിൽ നിന്ന് വന്ന എല്ലാ ജനങ്ങൾക്കും ടൂറിസ്റ്റിനൊക്കെ അവർ ഫ്രീ ആയിട്ട് തന്നെ ഭക്ഷണം കൊടുത്തു. റെസ്റ്റോറൻറ്റിലൊന്നും ആരും കാശ് മേടിച്ചില്ലായിരുന്നു. ഇതൊക്കെ നിങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ പബ്ലിക്കിൽ ആക്ച്വലി ഒരു നല്ലൊരു ഡിസയർ ഉണ്ട്, ഒരു ആഗ്രഹമുണ്ട്. ആക്ച്വലി 2 നാടും ഒരുമിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്ക് നന്നായിട്ട് തന്നെയുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കുവാണെങ്കിൽ എനിക്ക് ഒരു കാര്യം മാത്രം വല്ലാത്ത വിഷമമായിരുന്നു. ഞങ്ങളുടെ ക്രിക്കറ്റേഴ്സ് ഇന്ത്യൻ ടീമിന് വേണ്ടി എത്രത്തോളം ഹോസ്പിറ്റാലിറ്റി കാണിച്ചിരുന്നു എന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് ഞങ്ങൾ വളരെ വല്ലാണ്ട് തോറ്റുപോയി, അതിനെക്കുറിച്ച് ഞങ്ങൾ വിഷമിച്ചിട്ടുമുണ്ട്. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് മാത്രം പറഞ്ഞേ പറ്റൂ, ഞങ്ങളൊരു വിചിത്രമായ ഒരു സിനാരിയോ കണ്ടിരുന്നു എന്ന്. പിന്നെ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും ജനങ്ങൾ ഡൽഹിയോട് ആശ്രയിക്കുന്നുണ്ടെന്നാണ്. പബ്ലിക് ഇതാണ് ആഗ്രഹിക്കുന്നത്, ബാക്കിയൊക്കെ ലീഡർഷിപ്പിലാണുള്ളത്. അവരെങ്ങനെയെങ്കിലും ഈ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യണം. ഇമ്രാൻ സാർ, നമ്മൾ രാഷ്ട്രീയത്തിനെക്കുറിച്ചും ക്രിക്കറ്റിനെക്കുറിച്ചും സംസാരിച്ചു. താങ്കളുടെ പേഴ്സണൽ ജീവിതത്തെക്കുറിച്ച് ധാരാളം ചോദ്യങ്ങളുണ്ട്. ഇമ്രാൻഖാനോടുള്ള ചോദ്യങ്ങൾ തീർച്ചയായും തുടരും. അതിനു മുൻപ് ഒരു ചെറിയ ബ്രേക്ക്. ഒരു കാര്യം ഞാൻ പറയുവാണ്, അതായത് എന്റെ ജീവിതത്തിൽ ഞാൻ കല്യാണം കഴിക്കുവാണെങ്കിൽ ആ പെണ്ണിന്റെ അടുത്ത് ഞാൻ ഇത് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യും. പോളിറ്റിക്സിൽ, എന്റെ പൊളിറ്റിക്കൽ ലൈഫിൽ അവൾ എത്രത്തോളം എന്നെ മനസ്സിലാക്കുമെന്നും, ഒരു പക്ഷേ എന്റെ ഈ പൊളിറ്റിക്കൽ ലൈഫ് വെച്ച് ഒരു പെണ്ണും എനിക്ക് ഫിറ്റ് ആയില്ലെങ്കിൽ ഞാൻ ബെറ്റർ കല്യാണം കഴിക്കേണ്ടത് തന്നെ ഇരിക്കും. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെഹ്രീകെ ഇൻസാം പാർട്ടിയുടെ ചെയർമാനായ ഇമ്രാൻഖാനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഇമ്രാൻഖാന്റെ മേലുള്ള കുറ്റാരോപണം, ഇദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതത്തിനു വേണ്ടി പേഴ്സണൽ ലൈഫ് ഇല്ലാതാക്കി എന്നുള്ളതാണ്. ഇമ്രാൻ സാർ, പോളിറ്റിക്സ് താങ്കളെ എത്രത്തോളം മയക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ, താങ്കൾ താങ്കളുടെ കുടുംബത്തിനെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും പൂർണ്ണമായും മറന്നിരിക്കുകയാണ്. ഏത് ജമീമാണോ താങ്കൾക്ക് വേണ്ടി ഉറുദു കരസ്ഥമാക്കാൻ ശ്രമിച്ചുവോ, പാകിസ്ഥാനി ആകാൻ ശ്രമിച്ചുവോ, പക്ഷേ താങ്കളുടെ പൊളിറ്റിക്സ് കാരണം അവർക്ക് പ്രശ്നങ്ങൾ കൂടി. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഞാനൊരു പൊളിറ്റിക്കൽ റാലിയിലായിരുന്നു. സോ ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ റാലിയിലെ ഒരു ലീഡർ വളരെ ഷോക്കായിട്ട് സംസാരിക്കുമായിരുന്നു.
ആ സ്പീച്ചിൽ അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഇമ്രാൻ സർ, നമ്മുടെ നാടിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം വിട്ടുകളഞ്ഞു. സോ ഞാനും എൻ്റെ നാടിന് വേണ്ടി എൻ്റെ കുടുംബജീവിതം ഇല്ലാണ്ടാക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ വൈഫ് അദ്ദേഹത്തിനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് അദ്ദേഹം ഡിവോഴ്സ് ചെയ്യാൻ തയ്യാറായിട്ടിരുന്ന സമയമാണ്. ഇതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിലൊരു ഡൗട്ടും വേണ്ട. ഞാൻ എപ്പോഴാണോ പോളിറ്റിക്സിൽ ജോയിൻ ചെയ്തത്, അന്ന് തൊട്ട് എനിക്ക് കുടുംബജീവിതം നയിക്കാൻ പറ്റിയിട്ടില്ല. എപ്പോഴാണോ ഞാൻ പോളിറ്റിക്സിൻ്റെ അകത്തോട്ട് പോയത്, ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ജമായ്മ അപ്പോൾ എൻ്റെ കൂടെ പോളിറ്റിക്സിലോട്ട് വരുമെന്നാണ്. അതായത് അവരും പോളിറ്റിക്സിൽ എനിക്കൊരു ഈക്വൽ പാർട്ട്ണർ ആയിരിക്കുമെന്ന്. പക്ഷെ ഒരു കഷ്ടകാലം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പോളിറ്റിക്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ പൊളിറ്റിക്കൽ ഓപ്പോണൻസ് അവരെന്താന്ന് വെച്ചാൽ ആക്ച്വലി അല്ല എനിക്ക് സ്ട്രേച്ചർ തന്നിരുന്നു. പാകിസ്ഥാനിൽ എനിക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. അവരെ കൊണ്ട് എന്നെ എതിർക്കാൻ പറ്റാത്തത് കൊണ്ട് എല്ലാ എതിർപ്പും എൻ്റെ വൈഫിൻ്റെ നേരെയായിരുന്നു അവർ കാണിച്ചത്. താങ്കൾ കാരണം അവരൊരു യൂതരാണെന്നുള്ള കാര്യം വലിയ പ്രശ്നമായി. അവരെൻ്റെ കല്യാണം അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു സൈനസ് നാബിയുടെ ഭാഗമാണ്. അവർ അറ്റാക്ക് ചെയ്തു. അവരുടെ ഭാഗത്തുനിന്ന് ഒരു ടൈൽസിൻ്റെ കേസും ഉണ്ട് അവർക്ക്. അതെന്നെ സങ്കടത്തിലാക്കാനായിട്ട് ഗവൺമെൻറ് ഇട്ടതായിരുന്നു. പക്ഷെ അതിനുശേഷം അവരെ സൽമാൻ റുഷ്ദിയുടെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഡിഗ്രിയുടെ ബുക്സും ഉണ്ടായിരുന്നു. എപ്പോഴും അവരെ എതിർത്തുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, അവരെ കൊണ്ട് എൻ്റെ പോളിറ്റിക്സിൽ എൻ്റെ കൂടെ ഉണ്ടാവാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരെ പോളിറ്റിക്സിൽ നിന്ന് മാറ്റേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. മാറ്റിവെച്ചത് കൊണ്ട് ഓബ്വിയസ്ലി ഞങ്ങൾ എത്രത്തോളം ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചോ അതൊന്നും നടക്കാണ്ടായിപ്പോയി. അതല്ലാണ്ട് ഞങ്ങൾക്കുള്ളിൽ എന്നും ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ ക്രോസ് കൾച്ചർ മാരേജിന് നമ്മൾ മറ്റുള്ള കല്യാണത്തിനേക്കാൾ ഇതിന് കുറച്ച് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കണം. പിന്നെ ഞങ്ങൾ അതിനുവേണ്ടി എൻ്റെ പൊളിറ്റിക്കൽ ലൈഫ് അതുകൊണ്ട് ഞാൻ ഇനി സമയം അവർക്ക് കുറവായിട്ടാണ് കൊടുത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾക്കുള്ളിൽ പ്രശ്നവും ഉണ്ടായത്. ഇപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ലായിരുന്നോ അതോ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നോ? നിങ്ങൾ നോക്കൂ, മനുഷ്യന് എപ്പോഴൊരു ആസ്പിറേഷൻസ് ഉണ്ടാവും. ഞാനൊരു എങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നെന്ന് വെച്ചാൽ, എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ഊർജ്ജം ഉണ്ടായിക്കൊണ്ടേ ഉണ്ടാവും. ക്രിക്കറ്റിലോടൊരു ഇഷ്ടം എനിക്ക് 9 വയസ്സിൽ തുടങ്ങിയതാ. പിന്നെ 9 വർഷം എനിക്ക് ഹോസ്പിറ്റലിൽ വേണമെന്നൊരു ഊർജ്ജം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛന് ക്യാൻസർ വന്ന് അദ്ദേഹം അതുകൊണ്ട് മരിച്ചത് ആ സമയം തൊട്ട് തന്നെ എനിക്ക്. സോ ഞാൻ പോളിറ്റിക്സിൽ ഈ പൊളിറ്റിക്കൽ കരിയറിന് ഞാനൊന്നും ചൂസ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ എന്നാണ് ഞാൻ പാകിസ്ഥാനിലൊരു മുന്നേറ്റം വേണമെന്നും പറഞ്ഞ് ആഗ്രഹിച്ചോ, അപ്പോൾ അത് പൊളിറ്റിക്കൽ ചേഞ്ച് മൂലമേ കിട്ടത്തുള്ളൂ എന്ന് മനസ്സിലാക്കി. ലോകത്തിൽ ഏതൊരു മാറ്റവും പൊളിറ്റിക്കൽ ചേഞ്ച് ഇല്ലാണ്ട് ഇതുവരെ വന്നതായിട്ടൊരു ഇതില്ല. സോ ഞാൻ ഈ തീരുമാനം എടുത്ത സമയത്ത് എനിക്ക് പിന്നെ ഇതൊരു ആംബിഷൻ, ഒരു ആഗ്രഹം, ഒരു ഊർജം എല്ലാം ആയിട്ട് എനിക്കിത് പിന്നെയും മാറി. സോ ഒരുപക്ഷെ ഞാൻ എല്ലാം മറന്ന്, അതായത് എൻ്റെ പോളിറ്റിക്സ്, കുടുംബം എല്ലാം കല്യാണ ജീവിതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ ഇംഗ്ലണ്ടിലോട്ട് പോയി. ഇപ്പം ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കല്യാണ ജീവിതം കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയൊന്നാണ്. കാരണം ജമായ്മ വളരെ അധികം ആഗ്രഹിച്ചാണ് കല്യാണം കഴിച്ചത്. പക്ഷെ അത് എനിക്ക് അവർക്ക് ഈ കാര്യം അറിയാമായിരുന്നു. അതായത് താങ്കൾക്ക് രാഷ്ട്രീയത്തിൽ ഒരു വെറിയാണ്, രാഷ്ട്രീയമാണ് ഇഷ്ടമെന്ന്. ഇല്ല, അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആയിരുന്നു എന്ന്. അതായത് എൻ്റെ ഡ്രീം, എൻ്റെ ആംബിഷൻ അതെല്ലാം നന്നായിട്ട് അറിയാം അവർക്ക്, ഞാൻ കമ്മിറ്റഡ് ആയിരുന്നു എന്ന്. പിന്നെ അവർക്ക് ഇതും അറിയാം, ഞാൻ ഒരുപക്ഷെ ഇത് വിട്ടാലും ഒരുപക്ഷെ ഈ കല്യാണം സക്സസ്ഫുൾ ആയിരിക്കുമോ എന്നൊക്കെ. അവർക്കും നന്നായിട്ട് അറിയാം എന്നെക്കൊണ്ട് ഇംഗ്ലണ്ടിൽ ഇരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. കാരണം എനിക്ക് പാകിസ്ഥാൻ ഒഴിച്ച് കല്യാണം ആയ സമയത്ത് അപ്പോൾ ഞങ്ങൾക്ക് ഈ കാര്യം നന്നായിട്ട് തന്നെ അറിയാം, ഞങ്ങൾ പാകിസ്ഥാനിലേ ഇരിക്കത്തുള്ളൂ. പിന്നെ അവരുടെ ഒപ്പം ചേർന്ന് പാകിസ്ഥാനിൽ എന്നെക്കൊണ്ട് പൊളിറ്റിക്കൽ ലൈഫിൽ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളെക്കൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു പാകിസ്ഥാനി സ്ത്രീയെ വിവാഹം കഴിച്ച് സെറ്റിലായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നെന്ന്? താങ്കൾക്ക് പൊളിറ്റിക്സിലും വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നെന്ന്? നിങ്ങളിതിൽ നോക്കൂ, എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതൊക്കെ വളരെ കഠിനമായ ചോദ്യമാണ്. നമ്മളെക്കൊണ്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം നമ്മളെ കൊണ്ട് പറയാൻ പറ്റും, എന്താണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ കാണാൻ കഴിയും. ഞാൻ കല്യാണം കഴിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പെണ്ണിൻ്റെ അടുത്ത് ഞാൻ ഇത് മാത്രം ചോദിക്കും, അവൾ പോളിറ്റിക്സിൽ, അവൾ എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിൽ എത്രത്തോളം എന്നെ മനസ്സിലാക്കുമെന്നും എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്നും, പിന്നെ ഞാൻ ഏത് വഴിയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വഴിക്ക് അവർക്ക് എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടാവുമോ എന്നും ഇതൊക്കെ ഞാൻ നോക്കിയിരിക്കും. ഒരുപക്ഷെ എൻ്റെ ഈ പൊളിറ്റിക്കൽ ലൈഫ് വെച്ച് ഒരു പെണ്ണും എനിക്ക് ഫിറ്റ് ആയില്ലെങ്കിൽ ഞാൻ ബെറ്റർ കല്യാണം കഴിക്കേണ്ടത് തന്നെ ഇരിക്കും. ഇപ്പോഴൊക്കെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലുള്ള ന്യൂസ് പേപ്പറിൽ ഏതോ ഫ്രഞ്ച് സ്ത്രീയുടെ പേരാണ് വരുന്നത്. ഇതിലൊരു കഷ്ടം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കല്യാണം ഒരു പ്രാവശ്യം കൂടെ കഴിയാത്തവരെ നിങ്ങൾ ഈ ചോദ്യമൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഒരുപക്ഷെ ആയില്ലെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ ചോദിച്ചല്ലോ ഒരു വലിയ ലിസ്റ്റ് എന്നോട്, അതുപോലെ ഇനിയൊരു ലിസ്റ്റ് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്.
അപ്പൊ പബ്ലിക് എന്താണ് കരുതേണ്ടത് താങ്കൾക്ക് വീണ്ടും വിവാഹം കഴിക്കാനുള്ള? അതായത് എൻ്റെ ലൈഫ് മാക്സിമം തന്നെ ഒരു ബാച്ചുലറാണ്. പക്ഷെ ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ എൻ്റെ കല്യാണ ജീവിതം ഒരു സുപ്പീരിയർ ആയിരുന്നു അതിനേക്കാൾ. കാരണം കല്യാണത്തിൽ ഒരു മനുഷ്യന് സന്തോഷം കിട്ടും. ആക്ച്വലി എൻ്റെ ജീവിതം കുറച്ച് കഷ്ടമായിരുന്നു. ഒരു ഭാഗത്ത് പോളിറ്റിക്സ് ഉണ്ടാവും, മറ്റൊരു ഭാഗത്ത് അവരുടെ ജീവിതത്തിൽ അവരിങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ ലൈഫിലും വളരെയധികം കഷ്ടങ്ങളുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു കല്യാണ ജീവിതം എന്ന് പറയുന്നത് ബാച്ചുലർ ലൈഫിനേക്കാൾ ബെറ്റർ ആയിരിക്കും. സോ ഐഡൽ ഇതാണ്, ഞാൻ പിന്നെയും കല്യാണം കഴിക്കും. പക്ഷേ ഏതൊരു കല്യാണം എനിക്ക് ശരിക്കും സക്സസ് ആവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കില്ല. പിന്നെ ഇതാണ് തീരുമാനവും. ഇത് താങ്കളുടെ തോട്ടാണ്. ജമൈമ എന്താണ് പറഞ്ഞത്? അവരുടെ ഹൃദയം തകർന്നു പോയോ? അത് നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ടുപേരും കഷ്ടമായിരിക്കും. രണ്ടുപേരും പിരിഞ്ഞിരിക്കുന്നത് ഒരു കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞങ്ങളുടെ കല്യാണ ജീവിതം ഇതുകൊണ്ട് മാത്രമല്ല ബ്രേക്ക് ആയത്. ഞങ്ങളുടെ ഉള്ളിൽ ഒരു പ്രശ്നം വന്ന് അതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ പിരിഞ്ഞത്. ആക്ച്വലി എന്റെ കല്യാണം ബ്രേക്ക് ആയത് ഇതുകൊണ്ടാണ്. അവര് ആക്ച്വലി ഇംഗ്ലണ്ടിൽ അവിടെ പോയി താമസിക്കാൻ ആരംഭിച്ചു. ഞാനുള്ളതും പാകിസ്ഥാനിൽ, രണ്ടും വേറെ വേറെ നാട്. ഹസ്ബൻഡ് ഒരു നാട്ടിലും വൈഫ് ഒരു നാട്ടിലും. ഇതൊരിക്കലും വർക്ക്ഔട്ട് ആവില്ല. സോ ഞങ്ങളുടെ കല്യാണ ജീവിതം ഒരു സിറ്റുവേഷൻ കാരണമാണ് ബ്രേക്ക് ആയത്. പക്ഷെ ഞങ്ങള് കഠിനമായ ഒരു സിറ്റുവേഷനിലാണ് വന്നത്. ആക്ച്വലി താങ്കൾ എന്തെങ്കിലും അവരുടെ കൂടെ ഒന്നിച്ചു ചേരണമെന്നുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും എടുത്തിരുന്നു? തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുപാട് ആക്ച്വലി ശ്രമിച്ചിരുന്നു രണ്ടുപേരും. പിന്നെ ഞങ്ങൾ ഈ ഡിവോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു 2 വർഷത്തിന് മുമ്പ് ആക്ച്വലി ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തതായിരുന്നു. കോംപ്രമൈസ് ചെയ്ത് ഞങ്ങൾ സെറ്റിൽ ആവാനായിട്ട്. പകുതി ദിവസം ഈ നാട്ടിൽ, പകുതി ദിവസം ആ നാട്ടിൽ. പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്ക്ഔട്ട് ആയില്ല. ജനങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഇമ്രാൻഖാന്റെ ഉത്തരം എല്ലാം നമ്മൾ കേട്ടു. ഇന്നത്തെ ജഡ്ജിയായ ബജി കർക്കാരിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രീ ഇമ്രാൻഖാൻ ഇവിടെ നല്ല ഉത്തരവാണ് നൽകിയത്. സത്യസന്ധമായിട്ട് മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹം ഒരു ജെന്റിൽമാനാണ്. ക്രിക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ശ്രീ ഇമ്രാൻഖാൻ നന്നായി പെർഫോം ചെയ്തൊരു വ്യക്തിയാണ്. അതിനുശേഷം പാകിസ്ഥാനിലൊരു ക്യാൻസർ ഹോസ്പിറ്റൽ നിർമ്മിച്ച് ഇദ്ദേഹം സമൂഹത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അദ്ദേഹത്തിന്റെ രാജ്യത്തിനു വേണ്ടി ധാരാളം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഈ വിശ്വാസത്തോടു കൂടി ഇമ്രാൻഖാൻ തന്റെ കഴിവ് പൂർണ്ണമായും തന്റെ പൊളിറ്റിക്സിന് വേണ്ടി ഉപയോഗപ്പെടുത്തും. പിന്നെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദത്തിന് വേണ്ടി അദ്ദേഹം കഷ്ടപ്പെടുമെന്നുമുള്ള വിശ്വാസത്തോടു കൂടി ഈ വിചാരണ ഇന്ന് അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം നിങ്ങളെ വീണ്ടും കാണുന്നതായിരിക്കും പുതിയ വിചാരണയോടുകൂടി, പുതിയൊരു വ്യക്തിയോടുകൂടി. അതുവരെ നന്ദി, നമസ്കാരം.